ഹായ് ഓൾ, വെൽക്കം ടു എജു വാലി. കമ്പ്യൂട്ടർ അസിസ്റ്റൻ്റ് എക്സാം, ഹൈക്കോർട്ടിൻ്റെ കമ്പ്യൂട്ടർ അസിസ്റ്റൻ്റ് എക്സാം ജൂൺ 8-നാണ് എന്നുള്ളൊരു നോട്ടിഫിക്കേഷൻ നമുക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ എല്ലാവരും തന്നെ അവരുടെ ഫൈനൽ റിവിഷനിലാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ അതിനെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാനായിട്ടാണ് എജു വാലിയിൽ സ്പെഷ്യൽ വർക്കൗട്ട് എന്ന് പറയുന്ന ഒരു സെക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് അതിൻ്റെ ഒരു ഭാഗമാണ്. നമ്മൾ ഡെയിലി 5 ക്വസ്റ്റ്യൻസ് പ്ലസ് അതിൻ്റെ കണക്റ്റിംഗ് ഫാക്റ്റ്. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് ഏകദേശം ഒരു 20 ക്വസ്റ്റ്യൻസ് എങ്കിലും കിട്ടുന്ന രീതിയിലാണ് മേക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു സെഗ്മെൻ്റ് ഉള്ളത് നമ്മളുടെ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ബാച്ച്, ഹൈക്കോർട്ട് കമ്പ്യൂട്ടർ അസിസ്റ്റൻ്റ് സ്പെഷ്യൽ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ബാച്ചിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ 20 മാർക്ക് അല്ലാതെ എക്സാം ആയിട്ട് ചെയ്യാനായിട്ടുണ്ടാവും. 30 മാർക്കിൻ്റെ ലൈവ് Q&A സെഷൻ ഉണ്ട്. അതിൻ്റെ പുറമെയാണ് ഈ ഒരു പബ്ലിക്കിന് അവൈലബിൾ ആവുന്ന രീതിയിൽ ഇങ്ങനെ ഒരു വീഡിയോ സെഗ്മെൻറ്റ് കൂടെ ഉള്ളത് കേട്ടോ. അപ്പോൾ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് അത് ആ ഒരു അവസരം യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. എനിവേ, ഈ 5 ക്വസ്റ്റ്യൻസ് എല്ലാ ദിവസവും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നുണ്ടാവും. 7:30-ക്കാണ് പോസ്റ്റ് ചെയ്യുക കേട്ടോ. രാത്രി 7:30-ക്കാണ് പോസ്റ്റ് ചെയ്യുക. സോ ഇന്ന് നമ്മളത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ നോക്കുന്നത് ഫോണ്ട് സൈസ് ഈസ് മെഷേർഡ് ഇൻ. ഫോണ്ട് സൈസ് എന്തിലാണ് മെഷർ ചെയ്യുന്നത് എന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് പഠിക്കുന്നത്. ഓപ്ഷൻ എ ഇഞ്ച്, സെൻറ്റിമീറ്റർ, പോയിന്റ്, പിക്സൽ. ഇങ്ങനെ 4 ഓപ്ഷനാണ് ഉള്ളത്. ഇതിൽ എന്തിലാണ് ഫോണ്ട് സൈസ് മെഷർ ചെയ്യുന്നത്? ഫോണ്ട് സൈസ് മെഷർ ചെയ്യുന്നത് എന്തിലാണ്? ഏതിലാണ്? പോയിന്റിലാണ് മെഷർ ചെയ്യുന്നത് അല്ലേ. ഏതിലാണ്? പോയിന്റിലാണ് മെഷർ ചെയ്യുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക, വേർഡിനകത്ത് ഒരു ക്യാരക്ടറിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മിനിമം ഫോണ്ട് എന്ന് പറയുന്നത് 1 പോയിന്റ് ആണ്. മാക്സിമം പോയിന്റ് എന്ന് പറയുന്നത് 1638 പോയിന്റ് ആണ്. ഞാൻ ഫോണിൽ നിന്ന് ക്ലാസ് എടുക്കുന്നത് കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ എഴുതുന്നത്. വാട്ടെവർ, അത് മൈൻഡ് ചെയ്യണ്ട. സോ വേർഡിനകത്ത്, മൈക്രോസോഫ്റ്റ് വേർഡിനകത്ത് ഒരു ക്യാരക്ടറിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മിനിമം ഫോണ്ടാണ് 1 പോയിന്റ്. മാക്സിമം പോയിന്റ് ആണ് 1638 പോയിന്റ്. ഓക്കെ, അത് രണ്ടും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി ഫോണ്ട് സൈസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത് ഏത് ടാബിലാണ്? ഹോം ടാബ് ഉപയോഗിച്ചിട്ടാണ് നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റുക. ക്ലിയർ? ഹോം ടാബ് വെച്ചിട്ടാണ് നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റുക. ഇനി അവിടെ അറിയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 1 പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണെന്ന് അറിയണം. 1 പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/72 ഇഞ്ചാണ്. ക്ലിയർ ആണോ? 1 പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/72 ഇഞ്ചാണ്. അപ്പോൾ ഫോണ്ട് സൈസ് മെഷർ ചെയ്യുന്നത് പോയിന്റിലാണ്. 1 പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/72 ഇഞ്ചാണ്. ഈ ഫോണ്ട് സൈസ് കാര്യങ്ങളൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത് ഹോം ടാബ് വഴിയാണ്. വേർഡിനകത്ത് ഒരു ക്യാരക്ടറിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന മിനിമം ഫോണ്ട് 1 പോയിന്റും മാക്സിമം 1638 പോയിന്റും ആണ്. ഇനി ഇതേ ക്വസ്റ്റ്യൻ തന്നെ വേറൊരെണ്ണം ഉണ്ട്. ഏതാണ്? 8 to 72 പോയിന്റ് എന്ന് പറയുന്നത്. അതെന്താ? നമ്മളുടെ ഫോണ്ട് സെലക്ടിങ് ഓപ്ഷനിൽ നിന്ന് അല്ലേ, ആ ഡ്രോപ്പ് ലിസ്റ്റിൽ നിന്ന് സെലക്ട് ചെയ്യാൻ കഴിയുന്ന മിനിമം ആൻഡ് മാക്സിമം ഫോണ്ട് സൈസ് ആണ് 8 പോയിന്റ് മുതൽ 72 പോയിന്റ് വരെ ഉള്ളത്. ക്ലിയർ ആണോ? ആ ഒരു ഡ്രോപ്പ് ലിസ്റ്റിൽ നിന്ന് സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ് 8 to 72 എന്ന് പറയുന്നത്. ഇനി ഏറ്റവും അവസാനമായിട്ട് പറയാണ്, മൈക്രോസോഫ്റ്റ് വേർഡിൻ്റെ 2007 ഡീഫോൾട്ട് ഫോണ്ട് സൈസ് എത്രയാണ്? 11 പോയിന്റ് ആണ്. ക്ലിയർ? 11 പോയിന്റ് ആണ്. അപ്പോൾ പോയിന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഓൾമോസ്റ്റ് നമ്മൾ പറഞ്ഞു. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഡാഷ് ഈസ് ദ സ്റ്റോറേജ് പ്ലേസ് ഫോർ ദ ഐറ്റം വി ഹാവ് സെലക്റ്റഡ്. വി ഹാവ് ഡിലീറ്റഡ്. നമ്മൾ ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ, ഫയലുകളും ഫോൾഡേഴ്സും ഒക്കെ സ്റ്റോർ ചെയ്യുന്ന ആ ഒരു പ്ലേസ് ഏതാണെന്നാണ് ചോദിച്ചേക്കണത്. ഏതാണ്? നമ്മളുടെ റീസൈക്കിൾ ബിന്നാണ്. ഓക്കെ, റീസൈക്കിൾ ബിന്നിലാണ് നമ്മൾ ഡിലീറ്റ് ചെയ്തിട്ടുള്ള എല്ലാ കണ്ടന്റുകളും. ടെമ്പററി ഡിലീറ്റ് ആണ് നമ്മൾ ചെയ്യണത് അല്ലേ. ടെമ്പററി ഡിലീറ്റ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും റീസൈക്കിൾ ബിന്നിലാണ് പോവുക. റീസൈക്കിൾ ബിന്നിൻ്റെ റൂട്ട് ഡയറക്ടറി ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? സി ഡ്രൈവ് ആണ്. ലോക്കൽ ഡിസ്ക് സി ആണ് റീസൈക്കിൾ ബിന്നിൻ്റെ റൂട്ട് ഡയറക്ടറി. ക്ലിയർ? സോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ഈ റീസൈക്കിൾ ബിന്നൊക്കെ നമ്മളുടെ GUIയുടെ ഭാഗമാണ്
അല്ലെ, ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസിന്റെ അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പിന്റെ ഭാഗമാണ്. അപ്പോൾ ആ കണ്ടന്റുകളെല്ലാം നമ്മൾ എവിടെയാണ്, ലോക്കൽ ഡിസ്ക് സിയിലാണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് റൂട്ട് ഡയറക്ടറി ഏതായിട്ട് വന്നിട്ടുള്ളത്, ലോക്കൽ ഡിസ്ക് സി ആയത്. സോ വാട്ട് ഈസ് ദ റൂട്ട് ഡയറക്ടറി ഓഫ് എന്താണ് മൈ ഡോക്യുമെന്റ് എന്നോ അല്ലെങ്കിൽ ഡൗൺലോഡ്സ് എന്നോ അല്ലെങ്കിൽ റീസൈക്കിൾ ബിൻ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, ലോക്കൽ ഡിസ്ക് സി ആണ്. നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം മോസ്റ്റ് കോമൺലി സിയിലാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏത് ഡ്രൈവിലാണോ അതാണ് ആൻസർ വരിക. മോസ്റ്റ് കോമൺലി നമ്മൾ എല്ലായിടത്തും സി ആണ് ഈ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് വേണ്ടിയിട്ട് റിസർവ് ചെയ്ത് വെച്ചിട്ടുള്ളത്. സോ അതുകൊണ്ടാണ് ഇതൊരു കോമൺ ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. അപ്പം നമ്മൾ ഡിലീറ്റ് ചെയ്യുന്ന കണ്ടന്റുകളെല്ലാം സ്റ്റോർ ചെയ്യപ്പെടുന്നത് എവിടെയാണ്, റീസൈക്കിൾ ബിന്നിലാണ്. റീസൈക്കിൾ ബിന്നിൽ നിന്നും തിരികെ ആ ലൊക്കേഷനിലേക്ക് കൊണ്ടുവരാനായിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു ടേം ആണ് റീസ്റ്റോർ. ഡിലീറ്റ് ചെയ്ത കണ്ടന്റ് റീസൈക്കിൾ ബിന്നിൽ ഉണ്ടായിരിക്കും. റീസൈക്കിൾ ബിന്നിൽ നിന്ന് തിരിച്ച് ആ ഒരു ഫയലിന്റെ ലൊക്കേഷനിലേക്ക് കൊണ്ടുവരാനായിട്ട് വരുന്നതാണ് എന്ത്, റീസ്റ്റോർ ബട്ടൺ. അതും കൂടെ പറഞ്ഞതാണ്. ഇനി എ സെറ്റ് ഓഫ് ഡാഷ് ഇസ് നോൺ ആസ് എ പ്രോഗ്രാം. സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ ഈസ് പ്രോഗ്രാം നമ്മൾ എത്രയോ തവണ പഠിക്കുന്നതാണ് അല്ലേ. അപ്പം അതുകൊണ്ട് പ്രത്യേകിച്ച് അവിടെ ഒന്നും പറയേണ്ടതായിട്ടില്ല. എന്താണ് ആൻസർ ആയിട്ട് വരുന്നത്, എ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ ഈസ് നോൺ ആസ് പ്രോഗ്രാം എന്നുള്ളതാണ്. ഇനി വർക്ക് ബുക്ക് എന്ന് പറയുന്നത് എന്താ, എക്സൽ ക്രിയേറ്റ് ചെയ്യുന്ന ഫയലിനെയാണ് വർക്ക് ബുക്ക് എന്ന് പറയുന്നത് അല്ലേ. ഞാൻ ഓപ്ഷനിൽ നിന്ന് കണക്ട് ചെയ്തതാണ്. എക്സൽ ക്രിയേറ്റ് ചെയ്യുന്ന ഫയലിനെയാണ് വർക്ക് ബുക്ക് എന്ന് പറയുക. ക്ലിയർ. ഒരു വർക്ക് ബുക്കിനകത്ത് 3 ഷീറ്റുകൾ ഉണ്ട് ഡീഫോൾട്ട് ആയിട്ട്. ഷീറ്റ് 1, ഷീറ്റ് 2, ഷീറ്റ് 3 എന്നങ്ങനെയാണ് പേര് കൊടുത്തിട്ടുള്ളത്. എക്സൽ ക്രിയേറ്റ് ചെയ്യുന്ന ആ ഫയലിന്റെ ഡീഫോൾട്ട് ഫയൽ നെയിം എന്ന് പറയുന്നത് ബുക്ക് 1 എന്നുള്ളതാണ്. ക്ലിയർ ആണല്ലോ. എക്സൽ ക്രിയേറ്റ് ചെയ്യുന്ന യൂണിക് ഫയലിനെ പറയുന്ന പേര് വർക്ക് ബുക്ക് എന്നാണ്. വർക്ക് ബുക്കിന്റെ ഡീഫോൾട്ട് നെയിം വന്നിട്ടുള്ളത് ബുക്ക് 1 എന്നാണ്. ഒരു വർക്ക് ബുക്കിനകത്ത് ഡീഫോൾട്ട് ആയിട്ട് 3 ഷീറ്റ് ഉണ്ടായിരിക്കും. ഷീറ്റ് 1, ഷീറ്റ് 2, ഷീറ്റ് 3 എന്നിങ്ങനെയാണ് അതിന് പേര് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് അത്രയും ക്വസ്റ്റ്യൻസ് പറഞ്ഞത്. ഇനി നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ അലൈൻമെന്റ് ബട്ടൺസ് ആർ അവൈലബിൾ ഇൻ എവിടെയാണ് എന്നാണ് ചോദിച്ചേക്കുന്നത്. എവിടെയാണ്, പാരഗ്രാഫ് ഗ്രൂപ്പിലാണ് അല്ലേ. ഏത് ടാബിലാണ്, ഹോം ടാബിനകത്ത് പാരഗ്രാഫ് ഗ്രൂപ്പിനകത്താണ് ആരുള്ളത്, അലൈൻമെന്റ് ബട്ടൺസ് ഉള്ളത്. ഇനി നോക്കിയേ, നമുക്ക് എത്ര അലൈൻമെന്റ്സ് ആണ് ഉള്ളത്, നമുക്ക് 4 അലൈൻമെന്റ്സ് ആണ് ഉള്ളത്. ഏതൊക്കെയാണ്, ലെഫ്റ്റ്, റൈറ്റ്, അതുപോലെ ജസ്റ്റിഫൈ, സെന്റർ. ഇങ്ങനെ 3 എണ്ണാണ് ഉള്ളത് അല്ലേ. ലെഫ്റ്റ്, റൈറ്റ്, ജസ്റ്റിഫൈ, സെന്റർ. അതിന്റെ ഷോർട്ട് കട്ടുകളാണ് ഞാനിവിടെ എഴുതിയേക്കുന്നത്. എന്താണ് ഈ പറയുന്ന എൽ എന്ന് പറയുന്നത്, കൺട്രോൾ എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെഫ്റ്റ് അലൈനിന്റെ ഷോർട്ട് കട്ടാണ്. കൺട്രോൾ ആർ എന്ന് പറയുന്നത് റൈറ്റ് അലൈനിന്റെ ഷോർട്ട് കട്ടാണ്. ജെ എന്ന് പറയുന്നത് ജസ്റ്റിഫൈ, അതായത് ജസ്റ്റിഫൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ലെഫ്റ്റ് സൈഡ് മാർജിനും റൈറ്റ് സൈഡ് മാർജിനും ഒക്കെ ഈക്വലൈസ് ചെയ്ത് ഒരു ക്ലിയർ ലുക്കിൽ, ഒരു നീറ്റ് ലുക്കിൽ നമ്മുടെ ഡോക്യുമെന്റിനെ അവതരിപ്പിക്കുന്ന ആ ഒരു അലൈൻമെന്റ് ആണ് ജസ്റ്റിഫൈ എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും ക്ലീനസ്റ്റ് ഫോമിലുള്ളത് ജസ്റ്റിഫൈ എന്ന് പറയുന്ന അലൈൻമെന്റ് ആണ്. കൺട്രോൾ ജെ ആണ് അതിന്റെ ഷോർട്ട് കട്ട്. ഇനി കൺട്രോൾ ഇ എന്ന് പറയുന്നത് സെന്റർ അലൈൻമെന്റിന്റെ ഷോർട്ട് കട്ട് ആണ്. ഓക്കെ, അപ്പൊ 4 അലൈൻമെന്റ് ഉണ്ട്. ഡീഫോൾട്ട് ലെഫ്റ്റ് ആണ്, ലെഫ്റ്റ് കൂടാതെ റൈറ്റ്, സെന്റർ, അതുപോലെ തന്നെ എന്താണ് ജസ്റ്റിഫൈ എന്നുള്ള 4 മറ്റ് അലൈൻമെന്റുകൾ കൂടെയാണ് ഉള്ളത്. ഇതിനകത്ത് ഏറ്റവും ക്ലീനസ്റ്റ് ലുക്ക് തരുന്നത് ഏത് അലൈൻമെന്റ് ആണ്, ജസ്റ്റിഫൈ അലൈൻമെന്റ് ആണ്. ക്ലിയർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ദ ഫംഗ്ഷൻ കീ യൂസ്ഡ് ടു വ്യൂ സ്ലൈഡ് ഷോ ഇൻ എ പവർ പോയിന്റ്. പവർ പോയിന്റിനകത്ത് സ്ലൈഡ് ഷോ കാണാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഫ്രം ബിഗിനിങ്. ഇവിടെ ഓപ്ഷൻ കണ്ടാൽ അറിയാം, ഫ്രം ബിഗിനിങ് ആണ് ചോദിച്ചേക്കുന്നത്. എന്താണ്, ഫ്രം ബിഗിനിങ് തൊട്ട് നമുക്ക് സ്ലൈഡ് ഷോ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ F5 ആണ് പ്രസ് ചെയ്യേണ്ടത്. നമ്മൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സ്ലൈഡ് തൊട്ട് കണ്ടാൽ മതി, ബിഗിനിങ് തൊട്ട് വേണ്ട. കറണ്ട് സ്ലൈഡ് ഏതാണോ അവിടെ തൊട്ട് കണ്ടാൽ മതി എന്നുണ്ടെങ്കിൽ ഏതാണ് ഉപയോഗിക്കുക, എൻ്റെ കൂടെ പറഞ്ഞേ, ഏതാണ് ഉപയോഗിക്കുക, ഷിഫ്റ്റ് F5 ആണ് ഉപയോഗിക്കുക. ക്ലിയർ ആണല്ലോ, ഷിഫ്റ്റ് F5 ആണ് ഉപയോഗിക്കുന്നത്. ഇനി ഓരോന്ന് നോക്കിയേ. F1 എന്തിനാ ഉപയോഗിക്കുന്നത്, F1 എന്തിനാ, ഹെൽപ്പിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക അല്ലെ, ഹെൽപ്പിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക. F2 എന്തിനാ, എക്സലിലെ F2 എന്തിനാ ഉപയോഗിക്കുന്നത്, സെൽ എഡിറ്റിന് വേണ്ടിയിട്ടാണ് എക്സലിൽ F2 എന്ന് പറയുന്ന ഫംഗ്ഷൻ കീ ഉപയോഗിക്കുന്നത്. F5 എന്താണ്, മോസ്റ്റ് ജനറൽ പർപ്പസ് എന്താണ്, റീഫ്രഷിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് അല്ലെ. F5 ഫോർ നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ നിന്നുകൊണ്ട് പറയുവാണെന്നുണ്ടെങ്കിൽ എന്താണ്, റിഫ്രഷിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. F7 എന്താണ്,
മൈക്രോസോഫ്റ്റ് ഓഫീസിനകത്ത് F7 എന്തിനാണ് ഉപയോഗിക്കുന്നത്? സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ മിസ്റ്റേക്ക് സ്പെൽ ചെക്കിന് വേണ്ടിയിട്ടാണ് അല്ലേ F7 ഉപയോഗിക്കുന്നത്. സ്പെൽ ചെക്ക് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്കുകളോ ഗ്രാമർ മിസ്റ്റേക്കുകളോ ഒക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്ന ആ ഒരു സ്പെൽ ചെക്ക് ഓപ്ഷൻ്റെ ഷോർട്ട് കട്ടാണ് F7 എന്ന് പറയുന്ന ഫംഗ്ഷൻ കീ. അപ്പോൾ 4 ഫംഗ്ഷൻ കീ കൂടെ പറഞ്ഞിട്ടുള്ളതാണ്. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ഫൈൻ, താങ്ക് യു. സമയം ഒട്ടും ഇല്ല, അതുകൊണ്ട് അധികം സമയങ്ങളൊന്നും കളയാതെ മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവർക്ക് വർക്കൗട്ട് ബാച്ചിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഓൾറെഡി കഴിഞ്ഞു പോയിട്ടുള്ള എക്സാമുകളും കാര്യങ്ങളും നിങ്ങൾക്ക് ഓപ്ഷൻസും ആൻസേഴ്സും ഒക്കെ കാണാൻ പറ്റുന്നതാണ്. ലൈവിൻ്റെ റെക്കോർഡിങ്സും ഗ്രൂപ്പിനകത്ത് തന്നെ ഉണ്ടായിരിക്കും. സോ വിഷ് യു ഓൾ ദ ബെസ്റ്റ് വൺസ് അഗെയിൻ. ഫൈൻ, താങ്ക് യു.